ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളെല്ലാം അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് കാർഡിൽ റീഡിംഗ് എടുക്കാൻ പോകുന്നത് ഈ ഓഗസ്റ്റ് മാസം നിങ്ങളിലേക്ക് പൈസ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ആ പൈസ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ബ്ലോക്കേജ് എന്താണ്, നിങ്ങളുടെ പൈസ എപ്പോൾ വരും, ഈ പൈസ വരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കിന്നൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക, എല്ലാവരും യൂണിവേഴ്സിനോടും ഏഞ്ചൽസിനോടും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിന്ന് പൈസയെക്കുറിച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ പണം എന്നത് നമ്മുടെ ഒരു എനർജിയാണ്. അത് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതിന് നമുക്ക് യൂണിവേഴ്സ് തരുന്നൊരു റിവാർഡാണ് ഈ പൈസ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മൂല്യത്തോടു കൂടി കാണുക. ആ പൈസയെ നിങ്ങൾ മൂല്യമുള്ളതായിട്ട് കാണുക, അതിനെ നിങ്ങൾ സ്നേഹിക്കുക. നമ്മൾ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക, അപ്പോൾ നമ്മളിലേക്ക് പൈസ വന്നെത്തും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാർഡ് കിട്ടിയേക്കുന്നത് 7 ഓഫ് സോഡ്സ് ആണ്. 7 ഓഫ് സോഡാണ് കിട്ടിയേക്കുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചിലർക്കൊക്കെ അത് തടസ്സമായിട്ട് കാണപ്പെടുന്ന ഒരു കാർഡ് കൂടിയാണ്. അതായത് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നേരായ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ ഒരു ചതിക്കുകയോ അല്ലെങ്കിൽ വഞ്ചിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ നമ്മൾ പാടില്ല. അത് ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നേരായ മാർഗ്ഗത്തിൽ കൂടി നമ്മൾ ജോലി ചെയ്യുക. ജോലി ചെയ്താൽ മാത്രമേ നമ്മളിലേക്ക് പൈസ വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ സന്തോഷം നശിപ്പിച്ചുകൊണ്ടാവരുത് നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ ചതിച്ചുകൊണ്ടാകരുത് നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ടാവരുത് നമ്മളുടെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത്. ചതിയും വഞ്ചനയിൽ കൂടി നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് പൈസയിൽ നിന്നുള്ളൊരു ബ്ലോക്കേജ് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാണ്ടാണ് കിട്ടിയേക്കുന്നത് നമുക്ക്. അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമ്മളിലേക്ക് പൈസ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് പൈസ എപ്പോൾ വരും എന്നതിന് ഉടനെ തന്നെ നിങ്ങളിലേക്ക് പൈസ വരും. ഈ ഒരു ഓഗസ്റ്റ് 15 കഴിഞ്ഞ് 25-നകം നിങ്ങളുടെ കൈകളിലേക്ക് പൈസ തീർച്ചയായിട്ടും എത്തും. നിങ്ങളിലേക്ക് പൈസ വരുന്നുണ്ട്, വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് പൈസ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൈസ വരാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങളാണ് എടുക്കേണ്ടത്. പൈസ നിങ്ങളിലേക്ക് വരാനുള്ള ആക്ഷൻ എടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്കൊരു പൈസ കിട്ടുമെന്നുള്ള രീതിയിലൊരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വരാം. നിങ്ങൾക്ക് പൈസ തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതിനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെങ്കിൽ മാത്രമേ നമ്മൾക്ക് പൈസ വരികയുള്ളൂ. അടുത്തത് എന്ന് പറയുന്ന കാർഡ് നമുക്ക് കിട്ടിയേക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ പൈസയിലുള്ള ബ്ലോക്കേജ് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പൈസയിൽ ബ്ലോക്കേജ് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഒരേ ബാലൻസിൽ തന്നെ നിൽക്കുകയാണ്. എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഒരേ ബാലൻസിൽ നിൽക്കും. അതായത് നമുക്കിപ്പം പൈസയ്ക്ക് ആവശ്യമുണ്ട്, നമുക്കിപ്പോൾ ആ പൈസ കിട്ടാനായിട്ട് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യണം. എന്ത് കാര്യമാണോ നമുക്ക് പൈസ വരാനായിട്ട്, നമ്മുടെ കൈകളിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആരെയാണോ കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ ആരോട് ചോദിച്ചാണോ പൈസ മേടിക്കേണ്ടത്, ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അത് ചെയ്യാതെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കുകയാണ് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട്. പൈസ എൻ്റെ കയ്യിലില്ല, എനിക്ക് പൈസ കിട്ടുന്നില്ല, എനിക്ക് ദൈവം പൈസ തരുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്ലൈൻറ്റ് പറയുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല പൈസയെക്കുറിച്ച്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഒരു ജോലിയും ചെയ്യാതെ
അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമ്മൾ പിന്നെ നടപടി എടുക്കാതെ നമ്മളിങ്ങനെ ഒരേ ഇരിപ്പിൽ അല്ലെങ്കിൽ ഒരേ നിൽപ്പിൽ തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് പൈസ കിട്ടാനായിട്ടുള്ള ബ്ലോക്കേജ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ആ ഒരു നിലപാട് നിങ്ങളൊന്ന് മാറ്റുക. മാറ്റിയതിന് ശേഷം നിങ്ങൾ പൈസ വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. പൈസയാണ് നമുക്ക് വന്നേക്കുന്നത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആകേണ്ട ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വർക്കിംഗ്, അതായത് നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന അമ്മമാർ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു മാസം ഒരു 15-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൈസ കൈകളിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനോട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡിവൈനോട് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വസിക്കുന്ന ഏത് ദൈവമാണ് അതിനോട്, ഈ പ്രപഞ്ചശക്തിയോട് നമ്മൾ കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. അതാണ് നിങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും ഒരു വിഹിതം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക. ആ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് പൈസ എത്തും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നമ്മൾ കൊടുക്കുക വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കയ്യിലുള്ള പൈസ അതൊരു നാണയമാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അത് ഷെയർ ചെയ്യുക. നമ്മളത് ഷെയർ ചെയ്യുമ്പോഴാണ് കൂടുതലും നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിലേക്ക് പൈസ വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി 1 രൂപയെങ്കിലും നിങ്ങൾ നീക്കി വയ്ക്കുക, അവർക്ക് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പൈസ വന്നെത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൈസയെ വളരെ മൂല്യമുള്ളതായിട്ട് കാണുന്ന പല ആൾക്കാരുമുണ്ട്. വളരെ മൂല്യമുള്ളതായിട്ട് പൈസയെ കാണുന്നുണ്ട്, പൈസയെ സ്നേഹിക്കുന്നവരുണ്ട്, പൈസയെ വലിയൊരു പിന്നെ ഒരു അഭിമാനത്തോടു കൂടി കൊണ്ട് നടക്കുന്നവരെല്ലാം ഉണ്ട്. അതിനെ വലിയ മൂല്യമുള്ളതായി കാണുന്നുണ്ട്, അതിനെ താലോലിക്കുന്നവരുണ്ട്, പൈസയെ മാത്രം വെച്ച് താലോലിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അവരുടെ കൈകളിലെല്ലാം എന്തുണ്ട്, പൈസ വരുന്നെത്തുന്നുണ്ട്. ഒരുപക്ഷെ അത് അവരുടെ കുടുംബത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നിന്നായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഒരു പാരമ്പര്യത്തിൽ നിന്നായിരിക്കാം. ഒക്കെ അവരുടെ കൈകളിലേക്ക് പൈസ വന്നെത്താറുണ്ട്. അപ്പോൾ പൈസയെ നമ്മൾ മൂല്യമുള്ളതാക്കി കാണുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സും കാണിച്ചു തരുന്ന മെസ്സേജ്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയേക്കുന്നത്. അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈസ വരും. നിങ്ങൾ ആരൊക്കെയോ പൈസയ്ക്ക് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ പൈസയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പൈസയെ വളരെ മൂല്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മാസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടത്താനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സമ്പന്നത അല്ലെങ്കിൽ ഒരു സമൃദ്ധിയുടെ കാർഡ് കൂടിയാണ് ഇത് കിട്ടിയേക്കുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും, നിങ്ങൾക്ക് നല്ല സമൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലൊപ്പം തന്നെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്, സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കും. അവർ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഞാൻ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് എനിക്ക് കഴിയണം, എൻ്റെ വീട് കഴിയണം, എൻ്റെ കുടുംബം കഴിയണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലക്ഷറി ലൈഫ്, ഒരു നല്ല ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങൾ പൈസ അതുപോലെ തന്നെ മൂല്യമുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പൈസ വരാനായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഫാമിലിയിൽ നിന്നായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് ജോലിയാണ് അതിൽ നിന്നായിരിക്കാം നമ്മളിലേക്ക് പൈസ വന്നെത്തുന്നത്. ആ ജോലി അല്ലെങ്കിൽ ആ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ആ കച്ചവടം അല്ലെങ്കിൽ അതെന്തായിക്കോട്ടെ, അതിൽ നിങ്ങൾ 100% ആത്മാർത്ഥത കാണിക്കുക. ആ കിട്ടുന്ന പൈസയിൽ നിന്ന് 1 രൂപയെങ്കിലും നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലോക്കേജ് മാറി പൈസ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിന്ന് പിന്നെ കാർഡ് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സമൃദ്ധിയുടെ ഒരു ദിവസം കൂടിയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം തന്നെ വളരെയധികം ഒരു സമൃദ്ധി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ബ്ലോക്കേജ് മാറി
നിങ്ങൾക്കെല്ലാം നല്ലൊരു സമൃദ്ധിയുടെ ഒരു ദിവസം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു കാർഡ് കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫുൾ കാർഡാണ് കിട്ടിയേക്കുന്നത്. അതായത് പോസിറ്റീവ്, അതായത് നല്ല അനുഗ്രഹം, ദൈവാധീനമുള്ള കാർഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, വളരെയധികം ദൈവാധീനമുള്ള ഒരു കാർഡാണ് കിട്ടിയേക്കുന്നത് ഫുൾ കാർഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, ഒരുപാട് പൈസകളൊക്കെ നിങ്ങൾ ചിലവാക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ചിലവാക്കുന്നത് നിങ്ങൾ ഒരു അതായത് വരവ് നമ്മൾ അറിയാതാണ് നിങ്ങൾ ചിലവാക്കുന്നത്. ഒരുപാട് പൈസ നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോകാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ബ്ലോക്കേജ് വരാനുള്ള കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറിഞ്ഞ് ഒരുപാട് വരവിൽ കൂടുതലായിട്ട് നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട് പൈസ. ആ ചിലവഴിക്കുന്ന പൈസ നിങ്ങൾ അർഹതയുള്ള ഇടത്തേക്കാണോ പോകുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഈ പൈസ ഓരോ നാണയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. നിങ്ങളിങ്ങനെ വരവറിയാത്ത രീതിയിൽ ചിലവാക്കിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളെ പിന്നിൽ നിന്നും ഒരു കൈ അല്ലെങ്കിൽ ഒരു കരം നിങ്ങളെ തിരിച്ച് വിളിക്കുന്നുണ്ട്. നീ ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോകരുത്, നീ ഇങ്ങനെ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ലാവിഷായാൽ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ലക്ഷറി ലൈഫ് ജീവിച്ചാൽ നീ പോയി ചാടാൻ പോകുന്നത് വലിയൊരു കുഴിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു കടത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു മാനഹാനിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പിന്നിലോട്ട് വലിക്കുന്നുണ്ട്. പിന്നിലോട്ട് ആരൊക്കെയോ നിങ്ങളെ തിരികെ വിളിക്കുന്നുണ്ട്. നീ പോകരുത്, നീ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി, നീ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ മുതിർന്നവരോട് നീ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളെ ആരൊക്കെയോ പുറകിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കാതെ വരുന്നത് പോലെ വരട്ടെ, അല്ലെങ്കിൽ വരുന്നത് പോലെ വരട്ടെ, എന്തും വരുമ്പോൾ കാണാം എന്നുള്ള രീതിയിലാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവർ ലാവിഷായിട്ടാണ് പോകുന്നത്, അവർക്ക് വരും വരായികളെക്കുറിച്ച് ചിന്തകളില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അർഹതപ്പെട്ട ഇടത്ത് മാത്രം പൈസ ചിലവാക്കുക. സേവ് ചെയ്യാൻ പറ്റുന്നവർ സേവ് ചെയ്യണം, ചാരിറ്റി കൊടുക്കാൻ പറ്റുന്നവർ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുക. അർഹതയുള്ള കൈകളിൽ നിങ്ങൾ പൈസ കൊടുക്കുക. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിലവ് നടത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലോക്കേജ് മാറും, നിങ്ങളിലേക്ക് പൈസ വരും. തീർച്ചയായിട്ടും ഒരു 15-ാം തീയതി മുതൽ കഴിഞ്ഞ് ഒരു 25 ആ ഒരു ഡേറ്റിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈസ വരാനുള്ള സാധ്യതയുണ്ട്. പൈസ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള നമ്മുടെ ഒരു കൂലി, നമുക്ക് യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു റിവാർഡാണ് നമ്മുടെ പൈസ എന്ന് പറയുന്നത്. അതിനെ വളരെ മൂല്യത്തോടു കൂടിയും വളരെയധികം സ്നേഹത്തോടു കൂടിയും നോക്കിക്കാണുക. അത് അർഹതയുള്ള കൈകളിൽ കൊടുക്കുക, ആവശ്യത്തിന് നമ്മൾ ചിലവഴിക്കുക. അപ്പോൾ മാത്രമേ അതിന് നമുക്ക് മൂല്യം ഉണ്ടാവുകയുള്ളൂ. പൈസ എന്ന് പറയുന്നത് മൂല്യമുള്ളതാണ്. അത് നമ്മൾ ചിലവഴിക്കുമ്പോൾ മാത്രമേ അതിന് മൂല്യം കാണുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാർഡുകൾ കിട്ടിയിട്ടുണ്ട്, കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചിലവാക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈഫ് നയിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും പൈസ ഉണ്ടാകട്ടെ, എല്ലാവരിലേക്കും പൈസ വരട്ടെ, നല്ല സമൃദ്ധിയുടെ ദിനങ്ങളായിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ കാർഡ് റീഡിംഗ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മണി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എനർജി ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.